വെക്കേഷൻ ആയതുകൊണ്ട് ഒരാഴ്ചത്തെ സുഖവാസത്തിന് ശേഷം ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. രാത്രിയാണ് വിളിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ കൊല്ലംപൂരായിരുന്നു കേട്ടോ അന്ന്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കോളേജ് ജംഗ്ഷനിലുള്ള ജ്യൂസേ ബ്രേക്കോ അങ്ങനെ എന്തോ ഒരു ഷോപ്പാണ് കേട്ടോ. ബ്രേക്ക് ഫോർ എ ഷേക്ക് അതാണ് കേട്ടോ പേര്. അപ്പോൾ നമ്മളൊരു ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇക്കടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പും കൂടിയാണ്. ചെറിയൊരു സംഭവമാണ്, പക്ഷെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സാധനം വന്നിട്ടുണ്ട്. ഇത് തൊട്ടി ഫലൂദ, ജംബോ ഫലൂദ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഞാൻ എപ്പോൾ വോയിസ് കൊടുക്കാൻ വന്നാലും കാക്കയും കോഴിയും ഭയങ്കര കരച്ചിലായിരിക്കും. എനിവേ എപ്പം ഫലൂദ വാങ്ങിച്ചാൽ അതിൻ്റെ മുകളിലുള്ള വേഫേഴ്സ് മുകളെടുത്ത് ആദ്യം തന്നെ അകത്താക്കും കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെയുള്ള ഫലൂദയായിരുന്നു കേട്ടോ. ഒരുപാട് ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ തേൻ മിഠായി, പിന്നെ അതുപോലെ തന്നെ ബ്രൗണി, സേമിയ, അങ്ങനെ ഒരുപാട് ഫില്ലിങ്സ് ഉണ്ടായിരുന്നു. സോൻ പപ്പടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള വാഫിൾസ് വന്നിട്ടുണ്ട്. വാഫിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ച സമയത്ത് ഞാൻ വെറുത്തു പോയായിരുന്നു. പക്ഷേ അതിന് ശേഷം കരിക്കോട് നിന്ന് വാങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഡിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാഫിൾസ്. നമ്മൾ മൂന്നാളും കൂടെ അതെങ്ങനെയെങ്കിലും തീർത്തിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബുക്ക് ഷോപ്പിൽ കയറിയിട്ട് മോക്കൊരു ബുക്ക് വാങ്ങിക്കണമായിരുന്നു. അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടിയിലത്തുള്ള ആ ഒരു നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ, അവിടേക്കാണ്. അവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ കണ്ട് അതിനകത്ത് കയറിയെന്ന് ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു. ഇല്ല വലിയ ലൈവായിട്ടുള്ള ചെസ് ബോർഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇച്ചിരി നേരം നോക്കി നിന്നു. പിന്നെ ലൈവായിട്ട് മ്യൂസിക് മിക്കപ്പോഴും അവിടെ അത് കാണാൻ പറ്റും കേട്ടോ, ലൈവ് മ്യൂസിക് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ലിറ്റിൽ കുറുമ്പി നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ആളുടെ ഡ്രസ്സിങ് കാണാൻ തന്നെ. അവിടെ നിന്ന് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോയെന്ന് നോക്കി. കൊല്ലം ബീച്ചിൽ കൂടുതൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു.